വന്യജീവി ആക്രമണത്തിന്റെ ഭീതിയിൽ ജനങ്ങൾ കഴിഞ്ഞുകൂടുമ്പോൾ പ്രതിരോധം തീർക്കാൻ ഉറക്കമില്ലാതെ ജോലി ചെയ്യുന്നവരാണ് RRT സംഘങ്ങൾ. നമ്മൾ ആവർത്തിച്ച് പറയുകയാണ്, മൂന്നാറിലെ RRTയുടെ പ്രവർത്തനം പരിമിതികൾക്ക് നടുവിൽ നിന്നുകൊണ്ടാണ്. മനക്കരുത്ത് മാത്രം ആയുധമാക്കിയാണ് കാട്ടാനകളെ തുരത്താൻ രാത്രിയോ പകലോ എന്ന വ്യത്യാസമില്ലാതെ ഇവർ പോകുന്നത്. ഉറക്കമില്ലാതെ 24 മണിക്കൂറും ജോലി ചെയ്യേണ്ടി വരുമ്പോഴും ഇവർക്ക് ശമ്പളവും കൃത്യമായി നൽകുന്നില്ല. വാച്ചർമാരുടെ ശമ്പളം ഇപ്പോഴും 2 മാസം കുടിശ്ശികയാണ്. റിപ്പോർട്ടർ വാർത്താ സംഘം RRTക്കൊപ്പം സഞ്ചരിച്ച് തയ്യാറാക്കിയ റിപ്പോർട്ട് ഒന്ന് കാണാം. ഈ വന്യജീവി ശല്യം അതിരൂക്ഷമായി തുടരുമ്പോൾ ജനങ്ങൾ വലിയ പ്രതിസന്ധിയിലും വലിയ ആശങ്കയിലുമാണ്. അതോടൊപ്പം തന്നെ വലിയ ദുരിതമനുഭവിച്ച് ജോലി ചെയ്യുന്ന ഒരു വലിയ വിഭാഗമുണ്ട് ഈ വനം വകുപ്പ് ഉദ്യോഗസ്ഥർക്കിടയിൽ. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ഏറ്റവും കൂടുതൽ കാട്ടാനശല്യം രൂക്ഷമായിട്ടുള്ള മൂന്നാറിലെ പെട്ടിമുടി RRT സംഘം എന്ന് പറയുന്നത്. അവർക്കൊരു സമയമില്ല. അവർക്ക് ശരിക്കും പറഞ്ഞാൽ വേണ്ട അടിസ്ഥാന സൗകര്യങ്ങൾ പോലും ഇല്ലാതെ ദുരിതപൂർണ്ണമാണ്. എപ്പോഴാണ് നിങ്ങളുടെ ഡ്യൂട്ടി ടൈം? എപ്പോഴാണ്? எங்களோட டியூட்டி டைம் பார்த்தீங்கன்னா 24 hours இங்கே தான் இருப்போம். இங்கே ஸ்டே பண்ணிவிட்டு இங்கே தான் இருக்கும். ஸோ யானை எங்கே வரைக்கும் ஃபோன் பண்ணி யாருக்கு கூப்பிட்டாங்க அப்படின்னா உடனே அந்த ஸ்பாட்டுக்கு போய் அந்த யானையை மார்க்கமாகி அதை வேறு இடத்த காட்டுக்கோ இல்லை சேஃப்டான பிளேஸுக்கோ அங்கே மாற்றிட்டு பின்ன அங்கே இருந்துட்டு வந்துடுவோம். ஒவ்வொரு இடத்துல யானை இருக்கும்போது நம்ம எல்லா இடத்துக்கும் ஒரே டைமில் போக முடியாது. ஸோ நமக்கு எங்கேயாவது கூப்பிட்டாங்க அப்படின்னா டக்குன்னு அந்த ஸ்பாட்டுக்கு உடனே போயிடுவோம். நம்மளுக்கு எப்போ நைட்டோ பகலோ எப்போ போகணும் வந்தாலும் அடுத்த 10 நிமிஷத்தில் அந்த ஸ்பாட்டுக்கு நாங்கள் போயிடுவோம். അതോടൊപ്പം തന്നെയാണ് കേട്ടോ ഇവരുടെ സുരക്ഷിതത്വം എന്ന് പറയുന്നത് ഇവരുടെ ഒരു മനധൈര്യം മാത്രമാണ്. ഈ കാട് മുഴുവൻ കയറി നടക്കുമ്പോഴും ഇവരുടെ കയ്യിൽ ആകെയുള്ളത് ഒരു ഗണ്ണിപ്പോൾ താൽക്കാലികമായി കൊടുത്തിട്ടുണ്ട്. അല്ലാതെ ഉള്ളതെന്ന് പറഞ്ഞാൽ ഈ പടക്കങ്ങളും പിന്നെ ഇവരുടെ മനധൈര്യവും മാത്രമാണ്. ഇത്രയും വലിയ കാട്ടിൽ കൂടി നടക്കുമ്പോൾ മറ്റൊരു ആയുധമോ മറ്റൊരു സുരക്ഷാ സംവിധാനമോ ഇവർക്കില്ല എന്നുള്ളതൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. അത്രയധികം ദുരിതമനുഭവിച്ച് ജോലി ചെയ്യുന്നു. ഒപ്പം തന്നെ വിളിയിൽ അല്പം താമസിച്ച് കഴിഞ്ഞാൽ നാട്ടുകാരും നമ്മളോട് മോശമായി തുടങ്ങി. ஆமாம் சார். ஸோ நம்ம கொஞ்சம் லேட்டாக போயிட்டாங்க அப்படின்னா எதுவும் சம்பவிச்சு அப்படின்னா RRT வர லேட் ஆகிடுச்சு, அது இந்த சம்பவம் நடந்துச்சு அப்படின்றாங்க. ஏன்னா எங்கெங்கே இடத்துல எல்லாம் இருக்குது அப்படின்னு நம்ம குரூப்பில் மெசேஜ் அனுப்பிட்டு தான் இருக்கும். ஸோ அதை பொதுமக்கள் மூணாறு மக்கள் எல்லாம் வாட்ச் பண்ணிவிட்டு பார்க்க தான் செய்கிறாங்க. ஸோ அந்த டூரிஸ்ட்டுக்காரவங்களுக்கு அது தெரிய மாட்டுது எங்கே யானை இருக்குது எப்படின்னு. ஸோ அவங்க ஊரில் இருக்கிற மணிக்கு இங்கே வந்துட்டு ட்ரைவ் பண்ணி போகிறனால தான் இந்த அவங்கடெல்லாம் நடக்குது. அவங்க இப்போதைக்குன்னா മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഇത്രയും ദുരിതപൂർണമായിട്ട് ജോലി ചെയ്ത് മുമ്പോട്ട് പോകുമ്പോഴും ഇവരുടെ ഒരു സാഹചര്യം എന്ന് പറഞ്ഞാൽ കൃത്യമായി ഈ വാച്ചർമാർ അടക്കമുള്ളവർക്ക് കൃത്യമായി ശമ്പളം കിട്ടുന്നില്ല. അത് മുമ്പ് മുതൽ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു വിഷയമാണ്. എങ്കിൽ പോലും ഇവർക്ക് 3-4 മാസം കൂടുമ്പോൾ 2 മാസത്തെ ശമ്പളം കിട്ടുക, അതുകൊണ്ട് ജീവിതം മുമ്പോട്ട് കൊണ്ടുപോവുക, അങ്ങനെ വലിയ പ്രതിസന്ധിയാണ്. വീട്ടിലെ കാര്യങ്ങൾ പോലും കൃത്യമായി നടത്താൻ കഴിയാതെ ഉറക്കമില്ലാതെ കാടുകളിൽ മാത്രം ജീവിക്കേണ്ടി വരുന്ന ഒരു സാഹചര്യത്തിലേക്ക് ഈ RRTയൊക്കെ എത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ മൂന്നാർ പോലെയുള്ള മേഖലകളിൽ കൂടുതൽ RRT സംഘത്തെ വിനിയോഗിക്കുകയും ഒപ്പം തന്നെ കൂടുതൽ അടിസ്ഥാന സൗകര്യങ്ങൾ ഇവർക്ക് സുരക്ഷാ സംവിധാനങ്ങൾ അടക്കം ഒരുക്കി കൊടുക്കേണ്ട ഒരു സാഹചര്യം നിലനിൽക്കുന്നുണ്ട്. അതിൻ്റെ ഒരു നേർക്കാഴ്ചയാണ് നമ്മൾ ഇവരോടൊപ്പം നടന്ന് കണ്ടത്. വീഡിയോ ജേർണലിസ്റ്റ് ജിതിൻ ജോസഫിനൊപ്പം റിപ്പോർട്ടർ സന്ദീപ് രാജാക്കാട്, ഇൻ റിപ്പോർട്ടർ ഇടുക്കി.